യെസ്, നമുക്ക് ഇന്നലെ WBയുടെ ഭാഗത്ത് നിന്ന് ഗോഡ്സില എക്സ് കോങ്ങിന്റെ പുതിയ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി സൂപ്പർ ബോളിന്റെ പാർട്ടായിട്ട് വന്നിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിലർ തന്നെയാണ്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി തന്നെ. പിന്നെ വാർണർ ബ്രോസ് ഒരു സീൻ കമ്പനിയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സോ മാക്സിമം ഞാൻ വോളിയം കുറവാക്കിയിട്ടേ നമുക്ക് എന്താണ് ഈ റിയാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ ചറ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എനിക്ക് തരുന്നത് തന്നെയായിരിക്കും. സോ നമുക്ക് ട്രെയിലറിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിരമിഡൊക്കെ കാണിച്ചുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആഹാ, ഓ കോങ് ട്രാൻസ്ഫോമേഴ്സിന്റെ മറ്റേന്ന് ബംബൽ ബീയുടെ ഹാൻഡ് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് ആർമറൊക്കെ വെച്ച് വന്നു. ഏ ഗോഡ് സീറല. ഓക്കെ, പിങ്ക് കളർ. ഹോളോ എർത്തൊക്കെ അവർ വീണ്ടും കാണിക്കുന്നുണ്ട്. മറ്റേ കൊച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന സിനിമയ്ക്കകത്തുണ്ടായിരുന്നത് ഗോഡ്സില്ല vs കോങ്. ഓക്കെ, നേരത്തെ സിനിമയുടെ ഫ്ലാഷ് ബാക്സ്. വാർണർ ബ്രോസ് ഇപ്പോൾ ആ കൂടി ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസി ഇതാണ്. DC-യുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതാരാവന? ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് ബ്ലൂ കളറിലുള്ള ഗോഡ്സിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്കാർക്കിങ് വരും. ഓക്കെ, ഹോളോവർത്തിലേക്ക് ഇപ്പോൾ അവർ തന്നെ പുതിയ ടെക്നോളജിയൊക്കെ വെച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോർട്ടൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് മാർച്ച് 29 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. ഞാൻ എക്സൈറ്റഡ് ആണ്. മറ്റേ സാധനം. ഓക്കെ, ഒറാങ്കുട്ടൻ, നമ്മുടെ ഒറാങ്കുട്ടൻ എത്തി. പക്ഷെ കോങ്ങിന്റെ അത്ര സൈസ് ഉള്ളു പുള്ളിക്ക്. പക്ഷെ പുള്ളി വൺ ഓഫ് ദ ഒരു കിഡിലൻ വില്ലനാന്നാണ് പറയുന്നത്. ഭയങ്കര പവർഫുൾ വില്ലനാന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിന്റെ പുറകിലത്തെ പ്ലേ എന്താന്ന്. ഗോഡ്സില്ല വീണ്ടും മറ്റേ ഹാമർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ അറ്റോമിക് ബ്രീത്ത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റുള്ളൂ. പിങ്ക് കളറിൽ ഗോഡ്സില്ല വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇന്നത്തെ അവർ പറയും എന്തുകൊണ്ടാണ് ഗോഡ്സില്ലയുടെ ബ്ലൂ കളറിൽ നിന്ന് പിങ്ക് ആയെന്നുള്ള കാര്യം. വീണ്ടും പോർട്ടൽ. ഓക്കെ, അപ്പോൾ അവർ വീണ്ടും ഫൈറ്റ് ചെയ്യുമോ? ഓ ഗോഡ്സില്ല എന്താ പറയുക, ഗോഡ്സില്ല ആരോ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അറ്റോമിക് ബ്രത്ത്. ഹോളോ എർത്തിന് നമുക്ക് കുറേ കൂടി കൂൾ ഹോളോ എർത്ത് എക്സ്പ്ലോറേഷൻ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ആർമായിരിക്കും ഗോഡ്സില്ലായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അല്ല, ഒറാങ്കുട്ടനായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഓക്കെ കൂൾ. ആ സീൻ വൺ പോലെയായിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടോ ഇതിൻ്റെ നേരത്തെ സിനിമയ്ക്കകത്ത് പറ്റി ഇവർ രണ്ടുപേരും കൂടി ആ ഫൈറ്റ് എന്താ പറയണ്ട, ആ ഒരു ഫൈറ്റിനകത്ത് ഇങ്ങനെ ഫൈറ്റ് അല്ലല്ലോ, അവർ ആ ഒരു ഷിപ്പിനകത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സീന്, അതും ഇതേപോലത്തെ ഒരു ഐക്കോണിക് സീൻ തന്നെയായിരുന്നു. ഈ സീൻ പൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു പുതിയ ഒഫീഷ്യൽ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റഡ് ആയിട്ടിരിക്കുവാണോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.